നമ്മൾ വിചാരിക്കാത്ത ഒരു സ്റ്റോറി, ഒരു ത്രെഡ്, ഇസ് ദാറ്റ് വാട്ട് വി ഷുഡ് ലുക്ക് ഫോർ? അത് കംപ്ലീറ്റ്ലി എൻ്റെ സോണിൽ നമ്മൾ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് വന്ന് നിൽക്കുന്നു. എൻ്റെ കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്, എൻ്റെ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ്. കാരണം ഈ സബ്ജക്റ്റ് എൻ്റെ കയ്യിൽ വരുമ്പം തന്നെ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം ഇതിനു മുമ്പത്തെ 2 സിനിമകളും നമുക്ക് ഒപ്പം നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കൊപ്പം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ. നെക്സ്റ്റ് തേർഡ് മൂവി മോഹൻലാൽ ശോഭന വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നെർവസ്ഡ് ആയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അയ്യോ ഇത് ഞാൻ എന്തെങ്കിലും ലാലേട്ടനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് മനസ്സിലാകുമോ എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫ്യൂരിറ്റീസ് എനിക്കുണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റ് കാണുമ്പോഴേ മനസ്സിൽ മോഹൻലാൽ ശോഭന വന്നിരുന്നോ? ഇത് ആക്ച്വലി എൻ്റെ സ്ക്രിപ്റ്റ് അല്ല, കെ ആർ സുനിലിനാണ്. അപ്പോൾ സുനിൽ ആയിട്ടുള്ള ഇനിഷ്യൽ ഡിസ്കഷൻ തന്നെ എനിക്ക് മോഹൻലാൽ ശോഭന ഒരു ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യണം എന്നൊരു ഫീൽ വന്നുകൊണ്ടാണ് ഞാനത് കമ്മിറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതിന് ലാലേട്ടൻ ശോഭനേനൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അവരുടെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അവരെ എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലോങ് പ്രോസസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത് പെട്ടെന്നാണ് ലാലേട്ടനത് കേട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ചെയ്യാം, വിത്തിൻ 35 days ഷൂട്ട് ചെയ്യാം എന്ന് പറയുമ്പം ഉണ്ടാവുന്നൊരു ഭാരം ഉണ്ടല്ലോ. അത് എന്നിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ മോഹൻലാൽ ശോഭനനെ ഞാൻ ഈ വിത്തിൻ 45 days അല്ലെ 35 days എങ്ങനെ ഷൂട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ഭയങ്കര കൺസേൺ നിൽക്കുമ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് എനിക്ക് ഒരിക്കലും സെറ്റിൽ നിന്ന് സ്ക്രിപ്റ്റ് എഴുതുക അല്ലെങ്കിൽ അതിലൊന്നും ഞാൻ യൂസ്ഡ് അല്ല. എനിക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവണം. ദെൻ വി വിൽ ഇംപ്രൂവൈസ് ഇറ്റ്. അതിനെപ്പറ്റി ആർട്ടിസ്റ്റിനെ കൊണ്ടും ഒക്കെ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അത് ആർട്ടിസ്റ്റുകളൊക്കെ വായിച്ചിരിക്കണം. അപ്പം എനിക്കത് ലാലേട്ടൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കണം എന്ന് പറയുക എന്നൊക്കെ പറയുന്നത്, കാരണം സൗദി വെള്ളക്കയിലൊക്കെ ഈച്ച് ആൻഡ് എവരി ആർട്ടിസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. ഞാൻ നിർബന്ധമായിട്ടും സ്ക്രിപ്റ്റ് വായിച്ചിരിക്കണം, എല്ലാ ആർട്ടിസ്റ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം, എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഏതൊക്കെ ഇമോഷണൽ കൂടിയാണ് കടന്നു പോകാൻ പോകുന്നത് അറിയണം എന്നുള്ള ഭയങ്കരമായ നിർബന്ധമുണ്ട്. ഈ നിർബന്ധം ഞാൻ എങ്ങനെ മോഹൻലാലിൻ്റെ അടുക്കലും ശോഭന അടുക്കലും പറയുമെന്ന് പറയുന്നൊരു. അപ്പൊ ഞാൻ ഈ സീൻ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തേ. ലാലേട്ടന്റെ അടുത്ത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? ലാലേട്ടൻ എന്താണ് ആദ്യം പറഞ്ഞത്? അല്ല നരേഷനായിരുന്നു ആദ്യം. അല്ല ലാലേട്ടൻ്റെ അടുക്കൽ ആക്ച്വലി രഞ്ജിത്ത് ചേട്ടനും സുനിലേട്ടനും ഒക്കെ ഒരു 3-4 വർഷത്തിന് മുന്നേ തന്നെ ഈ സബ്ജക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ഒരു നക്ഷൽ മാത്രം സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു നല്ല ഡയറക്ടർ വന്ന് ഇതിനെ പൊലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് എന്ന് പറയുന്ന കോൺഫിഡൻസ് ഇവർക്ക് 3 പേർക്കും ഉണ്ട്. അങ്ങനെയാണിത് എൻ്റെ കയ്യിലോട്ട് വരുന്നത്. അപ്പം എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ തന്നെ ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്, തരുൺ ചെയ്യാൻ റെഡിയാണോ എന്നുള്ളതാണ് രഞ്ജിത്തേട്ടൻ ചോദിക്കുന്നത്. അന്നും ഞാൻ ലാലേട്ടനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ ലാലേട്ടനെ കണ്ടുള്ളൂ പണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ബാക്കിൽ പോയിട്ട് ലിഫ്റ്റിൽ കയറിയപ്പം ലാലേട്ടനെ കൊണ്ട് കുറേ സെക്യൂരിറ്റീസ് കയറി. അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടുവിടും. സെക്യൂരിറ്റി ഇടയിൽ കൂടിയാണ് ആദ്യം കൂടി